മൈസെൽഫ് ദിവ്യശ്രീ MT, ഫൈനൽ ഇയർ CS സ്റ്റുഡൻ്റ് ആണ്. സോ ഇന്ന് ഹാക്ക് എയുടെ ഫൈനൽ സെഷനാണെന്ന് തോന്നുന്നല്ലേ, ML ഇൻ ഫയർവാൾ റൂൾസ്. ഞാനും വൈശാഖും കൂടിയാണ് ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് വൈ ഫയർവാൾ മാറ്റേഴ്സ്, വാട്ട് ഈസ് ഫയർവാൾ, ടൈപ്സ് ഓഫ് അറ്റാക്സ്, types of firewalls, how firewall works, limitations of traditional firewall, ML in firewall, working, application, advantages, challenges, commonly used datasets, traditional versus ML based firewall, features ML firewall analyze, how attacks identified, and demo. സോ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫെൻസീവ് സൈഡിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ IDSൻ്റെ ഒരു സെഷൻ കഴിഞ്ഞതാണല്ലോ. Hope you have an idea about that. ആരെങ്കിലും ഒന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. സോ ഫയർവാളും ഡിഫെൻസീവ് സൈഡിൽ തന്നെയാണ് വരുന്നത്. IDSും ഫയർവാളും പറയുകയാണെങ്കിൽ IDS എന്ന് പറയുന്നത് ജസ്റ്റ് സസ്പീഷ്യസ് ഓർ അബ്നോർമൽ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യാമെന്ന് മാത്രമാണ്. മോണിറ്റർ ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക. ബട്ട് ഫയർവാളിലേക്ക് വരുമ്പോൾ അവിടെ ആക്ഷൻസ് കൂടി വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, അലോ ചെയ്യണോ ബ്ലോക്ക് ചെയ്യണോ എന്നുള്ള ഡിസ്റ്റൻസ് കൂടി അവിടെ വരുന്നുണ്ട്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം. ഫസ്റ്റ്, വൈ ഫയർവാൾ മാറ്റേഴ്സ്. ആസ് യു ഓൾ നോ, സൈബർ അറ്റാക്സ് എന്നത് ഡേ ബൈ ഡേ കൂടിക്കൊണ്ട് വരുവാണ്. സോ പറയുന്നത് ഓരോ 11 സെക്കൻഡ്സിലും ഒരു റാൻസംവെയർ അറ്റാക്ക് നടക്കുന്നു എന്നാണ്. സോ റാൻസംവെയർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കൂലേ അല്ലേ? ഹാക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഫയൽസിനെ എൻക്രിപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ ലോക്ക് ചെയ്യുകയോ ചെയ്തിട്ട് നമ്മളോട് റാൻസം മണി പോലുള്ള സംഭവങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്യും. എന്നിട്ട് എന്തിനാണ് ആ ആക്സസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യാറ്റും വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2017 മെയ്യിൽ ഒരു വന്നാക്രൈ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, വേൾഡ് വൈഡിലെ തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ റണ്ണിങ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് OS റൺ ചെയ്യുന്ന തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഒരു അറ്റാക്കായിരുന്നു. അറ്റാക്കേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡാറ്റേനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ആവശ്യപ്പെട്ടു ഇൻ ദ ഫോം ഓഫ് ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസി. സോ ഇങ്ങനത്തെ അറ്റാക്സ് ഒക്കെ എന്താണ് കോമൺലി വരുന്നതാണ്. സോ ഇവിടെ പറയുന്നത് ഓരോ 11 സെക്കൻഡ്സിലും ഇതുപോലുള്ള ഒരു അറ്റാക്ക് വരുന്നുണ്ട് എന്നാണ്. സോ ഇതിന് സൈബർ ക്രൈമിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നതും ഒരുപാട് വലുതാണ്. അത് 2025 $10.5 ട്രില്യൺ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ലോസ് മാത്രമല്ല, നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുക, സർവീസസ് അൺഅവൈലബിൾ ആക്കുക, അല്ലെങ്കിൽ റെപ്യൂട്ടേഷണൽ ഡാമേജ് ഉണ്ടാക്കുക, ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു കോസ്റ്റാണിത്. സോ ഇതിനൊക്കെ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഫയർവാളിലേക്ക് എത്തിയത്. ഫയർവാൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന രീതിയിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫയർവാളിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം നമുക്ക്. A firewall is a network security system that monitor incoming and outgoing traffic, allows a block traffic based on rules, and it acts as a barrier between trusted and untrusted networks. സോ നെറ്റ്വർക്ക് ട്രാഫിക് മോണിറ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് തോന്നിയാൽ അതിനെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഈ ഫയർവാളിൽ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് റൂൾസ് സെറ്റ് ചെയ്ത് വെക്കും. അത് ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ള ട്രാഫിക്കിനെ അലൗ ചെയ്യും, അതേപോലെ സസ്പീഷ്യസ് ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പർട്ടിക്കുലർ IP-ന്ന് വരുന്ന എല്ലാ പാക്കറ്റ്സും ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന പോർട്ട് നമ്പറിനെ ബ്ലോക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള റൂൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രീ ഡിഫൈൻഡ് ആയിട്ട് റൂൾസ് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടാണ് ഫയർവാളിലോട്ടേക്ക് വരുന്ന പാക്കറ്റ്സിനെ അലൗ ചെയ്യണോ അതോ ബ്ലോക്ക് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർപോർട്ട് സെക്യൂരിറ്റി ചെക്ക്. A firewall is like airport security check. Checks every person before entry. ഓരോ പേഴ്സണെ ഒരു പാക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ഓരോ പേഴ്സണിനെ ചെക്ക് ചെയ്യും. ഓക്കെ, ഫയർവാൾ എന്ത് ചെയ്യും, അതിലേക്ക് വരുന്ന ഓരോ പാക്കറ്റ്സിനെയും ചെക്ക് ചെയ്യും. അത് സസ്പീഷ്യസ് ട്രാവലേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യാൻ അനുവദിക്കൂല, ബ്ലോക്ക് ചെയ്യും, ചെക്കിങ്ങിൻ്റെ അടുത്ത് നിന്ന് ബ്ലോക്ക് ചെയ്യും. അതുപോലെ ഫയർവാൾ ഓരോ പാക്കറ്റ്സിനെയും അനലൈസ് ചെയ്യും. അത് മലീഷ്യസ് സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും അതിൽ കണ്ടന്റ് കണ്ടാൽ അതിനെന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അല്ല നോർമൽ ആയിട്ടുള്ള പാക്കറ്റ്സ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യും, അലൗ ചെയ്യും. സോ അതുപോലെ തന്നെയാണ് ഇവിടെ എയർപോർട്ടിൽ എന്ത് ചെയ്യും, എല്ലാ പേഴ്സണെയും ചെക്ക് ചെയ്യും, സസ്പീഷ്യസ് ട്രാവലേഴ്സിനെ ബ്ലോക്ക് ചെയ്യും, സേഫ് ട്രാവലേഴ്സിനെ എന്ത് ചെയ്യും,
So hope you get an idea about firewall and its importance. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ല എന്താണ് ഫയർവാൾ. ഓക്കെ, സോ എന്നാൽ നമുക്ക് നെക്സ്റ്റ് കുറച്ച് ടൈപ്സ് ഓഫ് അറ്റാക്സ് പരിചയപ്പെടാം. എന്നാൽ മാത്രമല്ലേ നമുക്ക് അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് കൂടി അറിയാൻ പറ്റും. സോ ഫസ്റ്റ് വരുന്നത് DOS അല്ലെങ്കിൽ DDoS, ഓവർവെൽം ടാർഗറ്റ് വിത്ത് ട്രാഫിക്. ഇതെന്ന് പറയുന്നത് DOS ഡിനയൽ ഓഫ് സർവീസ് ആണ്. നെറ്റ്വർക്ക് ഈസ് ഫ്ലഡഡ് വിത്ത് എക്സസീവ് ട്രാഫിക്. സോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ലെജിറ്റിമേറ്റ് യൂസറിന് സർവീസ് കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആയിരിക്കില്ല. DOSൽ ഒരു സോഴ്സ് ആയിരിക്കും ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ DDoS ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസിൽ വരുമ്പം അത് മൾട്ടിപ്പിൾ സോഴ്സസ് ആയിരിക്കും. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം യൂസർ നെയിമും പാസ്വേഡും വെച്ച് മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, സെർവർ ഡൗൺ ആവും, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു അവൈലബിൾ ഒരു ലെജിറ്റിമേറ്റ് യൂസറിന് ആ സർവീസ് ആ പർട്ടിക്കുലർ ടൈമിന് അവൈലബിൾ ആവാത്ത വരും. ഓക്കെ, സോ അത്രയാണ് DOS വരുന്നത്. പിന്നെ പോർട്ട് സ്കാനിങ്. പോർട്ട് സ്കാനിങ് എന്ന് പറയുന്നത് പ്രോബിങ് മൾട്ടിപ്പിൾ പോർട്ട്സ്. ആ പേര് പോലെ തന്നെ വീക്ക് പോർട്ട്സിനെ കണ്ടുപിടിക്കുകയാണ് ഇത്. എന്ന് വെച്ചാൽ ഒരു അറ്റാക്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വൾണറബിൾ പോർട്ട്സ് കണ്ടുപിടിക്കുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി ഒരു കള്ളൻ കയറുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്തായിരിക്കും കള്ളൻ ചെയ്യുക, ആ വീട്ടിൽ കയറാനുള്ള വഴി നോക്കും അല്ലെ. അത്ര തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അറ്റാക്ക് ചെയ്യുന്നില്ല, ബട്ട് എന്ത് ചെയ്യും, വീക്ക് പോർട്ട്സ് കണ്ടുപിടിക്കാൻ നോക്കും. അതാണ് പോർട്ട് സ്കാനിങ്. അടുത്ത് വരുന്നത് ബ്രൂട്ട് ഫോഴ്സ്, റിപ്പീറ്റഡ് ലോഗിൻ അറ്റംപ്റ്റ്സ്. ഇതെന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് യൂസർ നെയിമും പാസ്വേഡും റിപ്പീറ്റഡ് ആയിട്ട് ഗസ് ചെയ്ത് ലോഗിൻ ആക്കാൻ ട്രൈ ചെയ്തുകൊണ്ട് വെക്കും. അപ്പം ഏതെങ്കിലും ഒരു കേസിൽ കറക്റ്റ് പാസ്വേഡ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടിയാൽ എന്ത് ചെയ്യും, ലോഗിൻ ചെയ്ത് നമ്മളെ ഡാറ്റാസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ വീക്ക് പാസ്വേഡ്സ് ഒക്കെ വെക്കുന്നതാണെങ്കിൽ, ഇപ്പം പാസ്വേഡ് നോർമലി വെക്കുന്ന അധികം പാസ്വേഡ് 123 അല്ലെങ്കിൽ നമ്മളെ മറ്റു DOB അല്ലെങ്കിൽ ഇയർ അങ്ങനെയൊക്കെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ഇങ്ങനത്തെ പാസ്വേഡ്സ് ഒക്കെ പെട്ടെന്ന് ഈ ബ്രൂട്ട് ഫോഴ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വരുന്നത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഇത് ഇന്റർസെപ്റ്റിംഗ് മോഡിഫൈങ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർസെപ്റ്റിംഗ് ഓർ മോഡിഫൈങ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ അറ്റാക്കേഴ്സ് മിഡിലിൽ നിൽക്കും. ഇപ്പം ഞാനും ഇപ്പോൾ ഷീനിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വയ്ക്കാം. അപ്പം മിഡിലിൽ ഒരാൾ, ഇപ്പം അബിൻ മിഡിലുണ്ട്. ഓക്കെ, അബിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ്, ഇപ്പം ഞാൻ അയക്കുന്ന മെസ്സേജിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് ആർക്ക്, ഷിനിലിന് അയക്കുന്നു. ഓക്കെ, ഇതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് വരുന്നത്. അടുത്ത മാൽവെയർ ആൻഡ് എക്സ്പ്ലോയിറ്റ്സ്. മാൽവെയർ ആൻഡ് എക്സ്പ്ലോയിറ്റ്സ് പറയുകയാണെങ്കിൽ സിസ്റ്റം ഹാം ചെയ്യുന്ന ഒരു ഡാറ്റ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡാറ്റ സ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മലീഷ്യസ് സോഫ്റ്റ്വെയർസ് ആണ് മാൽവെയർ എന്ന് പറയുന്നത്. ഒന്നിട്ട് നമ്മളെ സിസ്റ്റം ഹാം ചെയ്യും അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പം വൈറസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, വൈറസ്, വേർമ്, ട്രോജൻ, അതൊക്കെ മാൽവെയർസിന്റെ ടൈപ്സ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ആണ്. പിന്നെ വരുന്നത് ഡാറ്റ എക്സ്ഫിൽട്രേഷൻ. ഡാറ്റ എക്സ്ഫിൽട്രേഷൻ എന്ന് പറയുമ്പം നെറ്റ്വർക്കിൽ നിന്ന് അറ്റാക്കേഴ്സ് ട്രേഡ് സീക്രറ്റ്സ് അല്ലെങ്കിൽ കസ്റ്റമർ ഡീറ്റെയിൽസ് പോലുള്ള സെൻസിറ്റീവ് ഡാറ്റാസ് ഒക്കെ സ്റ്റീൽ ചെയ്യുക. അൺഓത്തറൈസ്ഡ് ട്രാൻസ്ഫർ ഓഫ് സെൻസിറ്റീവ് ഡാറ്റ, ഇതാണ് ഡാറ്റ എക്സ്ഫിൽട്രേഷൻ വരുന്നത്. പിന്നെ വരുന്ന ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ട്രിക്കിംഗ് യൂസേഴ്സ് ഇൻ ടു ഗിവിംഗ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഫിഷിംഗ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു പേരാണ് ഫിഷിംഗ്. ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് നോളജ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഫിഷിംഗ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഫിഷിങ്ങിനെ കുറിച്ച്? ആർക്കും അറിയില്ല, ഫിഷിംഗ് കേട്ടിട്ടേ ഇല്ല ആരും? ഫിഷിംഗ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഫിഷിംഗ് എന്താന്ന് കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യോ ആരെങ്കിലും? ആർക്കും പറയാനില്ല? ഒന്ന് എക്സ്പ്ലെയിൻ ആയി കൊടുക്കുന്നോ? ജസ്റ്റ് ട്രൈ ആക്ക്.
ഓക്കെ, എന്നാൽ ഞാൻ തന്നെ പറയാം. ഫിഷിംഗ് എന്ന് പറയുന്നത് ട്രിക്കിംഗ് യൂസേഴ്സ് ഇൻ ടു ഗിവിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഫേക്ക് ഇമെയിൽ വരുന്നു. നമുക്ക് ബാങ്കിൽ നിന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ വരുന്നു വിചാരിക്കാം. എന്നിട്ട് നമ്മളോട് അറിയുന്നു നിങ്ങളുടെ അക്കൗണ്ട് ലോക്ക്ഡ് ആണ്, നിങ്ങൾ ഇതിൽ കയറി വെരിഫൈ ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ആ ലിങ്ക് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പം പോകുന്നത് ഒരു ഫേക്ക് വെബ്സൈറ്റിലോട്ടേക്കായിട്ടായിരിക്കും. അപ്പം നമ്മൾ അവിടെ പോയി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തു. അങ്ങനെയുള്ള ടൈമിൽ അറ്റാക്കേഴ്സിന് എന്ത് ചെയ്തു? നമ്മളെ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടി. ഓക്കെ, ഇതാണ് സിമ്പിളായി പറയുകയാണെങ്കിൽ ഫിഷിംഗ്. അങ്ങനെ ഒരുപാട് അറ്റാക്സ് ടൈപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഒരുപാട് കിട്ടും. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ടേക്ക് പോവാം. ഫയർവാളിലോട്ടേക്ക് തന്നെ തിരിച്ചു വരാം. ഹൗ എ ഫയർവാൾ വർക്ക്സ്. നമുക്ക് ഫയർവാളിൻ്റെ വർക്കിംഗ് നോക്കാം. ഇൻസ്പെക്ട് നെറ്റ്വർക്ക് പാക്കറ്റ്സ് അറ്റ് ലെയേഴ്സ്. സോ എന്താണ് ഇൻസ്പെക്ട് നെറ്റ്വർക്ക് പാക്കറ്റ് അറ്റ് ലെയേഴ്സ്. ഫയർവാളിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റോഡായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ബിസി റോഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തൗസൻഡ്സ് ഓഫ് വെഹിക്കിൾസ് ഇൻ ആൻഡ് ഔട്ട് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം അതുപോലെ നമ്മളെ ഇന്റർണൽ നെറ്റ്വർക്കിലേക്ക് ഇന്റർനെറ്റിൽ നിന്ന് തൗസൻഡ്സ് ഓഫ് പാക്കറ്റ്സ് ഇൻ ആൻഡ് ഔട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് അതുപോലെ ഒന്ന് പിക്ചറൈസ് ചെയ്യാം. ഫയർവാൾ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിന്റ് ഓൺ ദ റോഡ്, അങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പം ഓരോ പാക്കറ്റ് എൻ്റർ ചെയ്യോ ലീവ് ചെയ്യോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതിലൂടെ പോകണം? ഫയർവാളിലൂടെ പോകണം. ഓക്കെ, അപ്പം ഇങ്ങനെ ഫയർവാൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഡിഫറെൻറ്റ് ലെയേഴ്സിലെ പാക്കറ്റിനെ ഇൻസ്പെക്ട് ചെയ്യും. IP ലെയറിൽ ഇപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ IP നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് സെൻഡ് ചെയ്യുന്നത്, ആരാണ് റിസീവ് ചെയ്യുന്നത്. അതേപോലെ TCP/UDP നോക്കുകയാണെങ്കിൽ ഏത് പോർട്ടാണ് അല്ലെങ്കിൽ ഏത് സർവീസ് ആണ് യൂസ് ചെയ്യുന്നത് നോക്കുക. HTTP ആണോ, അതിന് ഏത് പോർട്ടാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ലെയറിൽ വരുവാണെങ്കിൽ അഡ്വാൻസ്ഡ് ഫയർവാളിന് ഏത് ആപ്ലിക്കേഷനാണ് ഈ എന്നൊക്കെ അറിയാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എന്താ വെച്ചാൽ നോർമൽ ആയിട്ട് തോന്നിക്കുന്ന കണക്ഷൻസ് കൂടിയാണ് മലീഷ്യസ് ട്രാഫിക്സ് ഹൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്ലൈസ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ടു പെർമിറ്റ് ഓർ ഡിനൈ ട്രാഫിക്. ഇതിൽ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിൽ കുറേ റൂൾസ്, ഏത് IP അല്ലെങ്കിൽ കുറച്ച് പ്രീ ഡിഫൈൻഡ് റൂൾസ്, ഏത് IP ബ്ലോക്ക് ചെയ്യണം, ഏത് IP അലോ ചെയ്യണം, അല്ലെങ്കിൽ ഏത് പോർട്ട് ഏത് പ്രോട്ടോക്കോൾ ബ്ലോക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റാറ്റിക് റൂൾസ് ഏതിലുണ്ട്? ആക്സസ് കൺട്രോൾ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഫയർവാൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫയർവാളിലോട്ടേക്ക് ഒരു ട്രാഫിക് വരുന്ന സമയത്ത് ഈ റൂൾസ്, ഈ ആക്സസ് കൺട്രോൾ ലിസ്റ്റിലെ റൂൾസ് ബേസ് ചെയ്തിട്ട് ഒന്നുകിൽ അതിനെ അലോ ചെയ്യും അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും. നെക്സ്റ്റ് യൂസസ് പാക്കറ്റ് ഫിൽട്ടറിങ്, ഹെഡർ ബേസ്ഡ് IP പോർട്ട് പ്രോട്ടോകോൾ. പാക്കറ്റ് ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത് ഹെഡർ അറിയുമായിരിക്കെങ്കിലും, ഹെഡർ പറയുകയാണെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ലെറ്റർ നോക്കുവാണെങ്കിൽ ലെറ്റർ നമ്മൾ ഒരു എൻവലപ്പിലിട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻവലപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ടു ആൻഡ് ഫ്രം അഡ്രസ്സ് എഴുതൂലേ? അപ്പോൾ അതുപോലെ ഒരു പാക്കറ്റ് ഹെഡറിൽ എന്തൊക്കെ ഉണ്ടാവും? സോഴ്സ് ഡെസ്റ്റിനേഷൻ IPs ഉണ്ടാവും, പോർട്ട് ഉണ്ടാവും, പ്രോട്ടോകോൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഫയർവാൾ എന്ത് ചെയ്യും? അലോ ബ്ലോക്ക് ഡിസിഷൻസ് എടുക്കും. ഇപ്പം ചില IP എന്നുള്ള ട്രാഫിക് ബ്ലോക്ക് ചെയ്യാൻ റൂൾസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം 173.2.30.1.1 ഓക്കെ, ഇന്ന IP എന്നുള്ള എല്ലാ ട്രാഫിക്കും ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ റൂൾസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരു പാക്കറ്റ്സിനെയും നമ്മളെ ഇന്റേണൽ നെറ്റ്വർക്കിലോട്ടൊക്കെ എൻ്റർ ചെയ്യാൻ വിടൂല. അതേപോലെ HTTPSന് പോർട്ട് 443 മാത്രം കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്പെസിഫിക് റൂൾസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സ്റ്റേറ്റ്ഫുൾ ഇൻസ്പെക്ഷൻ, ട്രാക്സ് കണക്ഷൻ സ്റ്റേറ്റ്സ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് പാക്കറ്റ് ഫിൽറ്ററിംഗിൽ എന്താണ്? ഓരോ പാക്കറ്റ്സ് നോക്കുക, ഓരോ പാക്കറ്റ് വൈസ് കൺസിഡർ ചെയ്ത് അതിൻ്റെ ഹെഡർ നോക്കിയിട്ട് അത് വെച്ച് ഡിസൈഡ് ചെയ്യുക അലോ ബ്ലോക്ക്. സ്റ്റേറ്റ്ഫുൾ ഇൻസ്പെക്ഷൻ്റെ കേസിൽ വരുമ്പം നമ്മൾ ഓരോ പാക്കറ്റ്സും നോക്കാതെ ആ സ്റ്റേറ്റ്സ് ഓഫ് കണക്ഷൻസ് ഓർത്ത് വെക്കും. ഇപ്പം നമ്മളൊരു വെബ് പേജിന് വേണ്ടി ഗൂഗിളിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ റെസ്പോൺസ് അലോ ചെയ്യും. പക്ഷെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്തുകൊണ്ട് ഒരു റാൻഡം ആയിട്ടൊരു പാക്കറ്റ് വന്നാൽ അതിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ മറ്റേ പാക്കറ്റ് ഫിൽറ്ററിങ് ഓരോ പാക്കറ്റ് വൈസ് നോക്കുന്നു. ഇവിടെ സ്റ്റേറ്റ് ഓഫ് കണക്ഷൻ ആണ് നോക്കുന്നത്. ആ പാക്കറ്റ് എന്ന് പറയുന്നത് ഓൺഗോയിങ് സെഷൻ്റെ പാർട്ടാണെങ്കിൽ അതിനെ അലോ ചെയ്യും, അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും. നെക്സ്റ്റ് പ്രോക്സി ഗേറ്റ്വേ ഫയർവാൾസ് ടെർമിനേറ്റ് സെഷൻസ് ആൻഡ് റീഇനിഷ്യേറ്റ് വിത്ത് ഫിൽറ്ററിംഗ്.
അതെന്ന് പറയുന്നത് പ്രോക്സി ഫയർവാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മിഡിൽ മാൻ ആണ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറും ഒരു വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ട്രൈ ആക്കുന്നത്. അപ്പോൾ നമ്മളെ വെബ്സൈറ്റിലോട്ടേക്ക് ഡയറക്റ്റ്ലി നമ്മൾ എത്തുന്നില്ല. ഈ റിക്വസ്റ്റ് എന്ത് ചെയ്യും, പ്രോക്സി ഫയർവാളിലോട്ടേക്ക് പോകും. ആ റിക്വസ്റ്റ് നോക്കിയിട്ട് ഹാംഫുൾ ആയിട്ട് ഒന്നുമില്ല എന്ന് സേഫ് ആയിട്ട് പ്രോക്സി ഫയർവാൾ എൻഷുർ ചെയ്യും. എന്നിട്ട് പുതിയൊരു ക്ലീൻ സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഡെസ്റ്റിനേഷൻ വെബ്സൈറ്റ് വെച്ച് ഒരു പുതിയ സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലോട്ടേക്ക് ഫോർവേഡ് ചെയ്യും. അങ്ങനെ നമുക്കൊരു എന്ത് ചെയ്യും, സേഫ് റെസ്പോൺസ് കിട്ടും. അതാണ് പ്രോക്സി ഗേറ്റ്വേ ഫയർവാൾ എന്ന് പറയുന്നത്. പ്രോക്സി ഫയർവാൾ അത് ഗേറ്റ്വേ ഫയർവാൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ വരുന്ന എൻഫോഴ്സ് ഇൻട്രൂഷൻ പ്രിവെൻഷൻ റൂൾസ് അഗെയിൻസ്റ്റ് നോൺ അറ്റാക്ക് സിഗ്നേച്ചേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ കുറെ പ്രീഡിഫൈൻഡ് റൂൾസ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അറ്റാക്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ടൈപ്സ് ഓഫ് ഫയർവാൾ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫയർവാളിൽ ഫസ്റ്റ് വരുന്നത് പാക്കറ്റ് ഫിൽറ്ററിംഗ് ഫയർവാൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്കിങ്ങിൽ പറഞ്ഞ സെയിം കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഹെഡർ എന്ത് ചെയ്യും, ഹെഡർ നോക്കും, ഓരോ പാക്കറ്റ്സിൻ്റെയും ഹെഡർ നോക്കും. ഹെഡറിൽ സോഴ്സ് ഡെസ്റ്റിനേഷൻ IP അല്ലെങ്കിൽ പോർട്ട് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ ഒക്കെ നോക്കിയിട്ട് നമ്മൾ റൂൾസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്യണോ അതോ അലോ ചെയ്യണോ എന്ന് ഡിസൈഡ് ആക്കും. പിന്നെ വരുന്നത് സ്റ്റേറ്റ്ഫുൾ ഇൻസ്പെക്ഷൻ, ട്രാക്സ് ആക്റ്റീവ് കണക്ഷൻസ്, അലോ പാക്കറ്റ്സ് ഓഫ് വാലിഡ് സെഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇത് വർക്കിങ്ങിൽ ഞാൻ പറഞ്ഞ സെയിം കേസാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്ത് ചെയ്യും, ആക്റ്റീവ് കണക്ഷൻസ് നോക്കും. അത് ആ ഒരു വാലിഡ് സെഷൻ്റെ പാർട്ടായ പാക്കറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഗൂഗിളിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, തിരിച്ച് സെൻഡ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു കണക്ഷൻ്റെ പാർട്ടായ ഒരു പാക്കറ്റിനെ അലോ ചെയ്യും. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പാക്കറ്റിനെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. പിന്നെ വരുന്ന പ്രോക്സി ഫയർവാൾ ഞാൻ പറഞ്ഞു മിഡിൽ മാൻ പോലെയാണ്. ആക്ടേഴ്സ് ഇന്റർമീഡിയേറ്ററി ബിറ്റ്വീൻ യൂസർ ആൻഡ് നെറ്റ്വർക്ക്, ഇൻസ്പെക്ട്സ് കണ്ടന്റ് ഇൻസ്പെക്ട് ചെയ്യും. എന്നിട്ട് പുതിയൊരു സെഷൻ ക്രിയേറ്റ് ചെയ്യും ആ ഡെസ്റ്റിനേഷൻ വെച്ചിട്ട്. എന്നിട്ട് ഒരു സേഫ്റ്റി ഗാർഡ് പോലെ ഇത് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. പിന്നെ വരുന്നത് നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ. നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളിന് വരുന്നതിന് മുന്നേ ട്രഡീഷണൽ ഫയർവാളും നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളും, ആ ഒരു ഫയർവാളിൻ്റെ ടൈം ലൈൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ട്രഡീഷണൽ ഫയർവാൾസ് ആണ് ഉണ്ടായത്. ട്രഡീഷണൽ ഫയർവാൾസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റൂൾസ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഫയർവാൾ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജനറൽ ആയിട്ട് കുറച്ച് റൂൾസ്, പ്രീഡിഫൈൻഡ് റൂൾസ് സെറ്റ് ചെയ്ത് വെക്കും. അപ്പം അത് ബേസ് ചെയ്തിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഫയർവാൾ എന്ന് വെച്ചാൽ വേറെ ഒന്നും എക്സ്ട്രാ ചെയ്യൂല. ഇപ്പം നമ്മൾ ഇന്ന് IP ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് ആ ഒരു IP ബ്ലോക്ക് ചെയ്യും. വേറൊരു മെലീഷ്യസ് ട്രാഫിക് ഒരു പർട്ടിക്കുലർ IP വരുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ റൂൾസ് എഴുതിയിട്ടില്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യൂല. ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് കുറച്ച് എന്ത് ചെയ്യും, റൂൾസ് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെന്താ, നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളിലോട്ടേക്ക് വരുന്ന സമയത്ത് അവിടെ അപ്ലിക്കേഷൻസ് ഇവിടെയും റൂൾ ബേസ്ഡ് തന്നെയാണ്, പ്രീഡിഫൈൻഡ് റൂൾ ബേസ്ഡ് തന്നെയാണ്. ഇവിടെ അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് റൂൾസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ട്രാഫിക് ഏത് ആപ്ലിക്കേഷൻ നിന്നാണ് വരുന്നത്, ഫേസ്ബുക്കിൽ നിന്നാണോ വാട്സപ്പിൽ നിന്നാണോ, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അതിൽ റൂൾസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൽ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇതിൽ ട്രഡീഷണൽ ഫയർവാൾ ഉണ്ട്, എന്ന് വെച്ചാൽ റൂൾ ബേസ്ഡ് തന്നെയാണ്, പക്ഷേ ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ അവയർനെസ്, ഏത് ആപ്ലിക്കേഷൻ എന്നാണ് ഒരു പർട്ടിക്കുലർ ട്രാഫിക് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുവഴി അതിന് സ്പെസിഫിക് ആയിട്ട് ആപ്ലിക്കേഷൻ സ്പെസിഫിക് റൂൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ യൂസർ ഐഡൻറ്റിറ്റി ട്രാഫിക്, അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു IP അഡ്രസ്സ്, ഒരു ഡിവൈസിൻ്റെ IP അഡ്രസ്സ്, പോർട്ട് നമ്പർ അതൊക്കെ മാത്രം അറിയാതെ എന്താണ് ഈ NGFW നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളിന് ഒരു യൂസർ എപ്പോൾ ലോഗിൻ ആയി അവരുടെ ആ ഒരു ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ബേസ് ചെയ്തിട്ട് റൂൾസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സസ്പീഷ്യസ് ട്രാഫിക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ത്രെറ്റ് ഇൻ്റലിജൻസ് ഫീഡ്, അത് പറയുന്നത് ഈ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ എന്ന് പറയുന്നത് ഗ്ലോബൽ ത്രെറ്റ് ഡാറ്റ സെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു അറ്റാക്കേഴ്സ് IP ഡിസ്കവർ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. പിന്നെ ഈ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളിൽ നമ്മൾ ML കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യും. ML യൂസ് ചെയ്തിട്ട് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയാൽ നമുക്ക് സീറോ ഡേ അറ്റാക്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ തന്നെ പ്രീഡിഫൈൻഡ് റൂൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ML അതുകൊണ്ട് തന്നെ
ഇപ്പം പെട്ടെന്ന് ഒരു അൺനോൺ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളിന് പറ്റൂല. അതുകൊണ്ട് നമ്മൾ അതിൽ കുറച്ച് ML യൂസ് ചെയ്തിട്ട് ഈ അൺനോൺ അറ്റാക്സ് സിഗ്നേച്ചേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം അതിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ഓഫ് ട്രഡീഷണൽ ഫയർവാളാണ്. അതിൽ റൂൾ ബേസ്ഡ് ഓൺലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് റൂൾസ്, പ്രീഡിഫൈൻഡ് സ്റ്റാറ്റിക് റൂൾസ് ബേസ് ചെയ്തിട്ടാണ് ഇത് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ സീറോ ഡേ അറ്റാക്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റിക് റൂൾസ് റിക്വയർ കോൺസ്റ്റന്റ് മാനുവൽ അപ്ഡേറ്റ്സ്. നമ്മൾ ഒരു IP എന്താണ് IP ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ റൂൾസ്. ഓക്കെ, ഓരോ പുതിയ അറ്റാക്സിനനുസരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യണം, ഈ ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതെന്ന് പറയുന്നത് ഒരു ഓവർഹെഡ് ആണ്. പിന്നെ വരുന്നത് കാനോട്ട് ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ടു ന്യൂ അറ്റാക്ക് പാറ്റേൺസ് ആൻഡ് സിഗ്നേച്ചേഴ്സ് അല്ലേ. പുതിയൊരു അറ്റാക്ക് വന്നാൽ നമ്മൾ പ്രീഡിഫൈൻഡ് റൂൾസ് സെറ്റ് ചെയ്തു, അപ്പം അതിലുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഈ ഒരു മലീഷ്യസ് ട്രാഫിക് എന്ന് വന്നാൽ ഒരു മലീഷ്യസ് ട്രാഫിക് വന്നാൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റൂല, ട്രഡീഷണൽ ഫയർവാളിന് പറ്റൂല. പിന്നെ വരുന്നത് ലിമിറ്റഡ് വിസിബിലിറ്റി ഇൻ ടു യൂസർ ബിഹേവിയർ ആൻഡ് അപ്ലിക്കേഷൻസ്. ഇത് നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളിൽ വരുമ്പം ഇത് കുറച്ചും കൂടി പറ്റുന്നുണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് റൂൾസ് കൊടുക്കാനൊക്കെ. പക്ഷെ ട്രഡീഷണൽ ഫയർവാളിൻ്റെ കേസിൽ അത് ഒട്ടും ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇപ്പം ഇത്രയൊക്കെയാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ML യൂസ് ചെയ്തിട്ട് ഈ ലിമിറ്റേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് ML യൂസ് ചെയ്ത് സീറോ ഡേ അറ്റാക്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് ഒക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ വൈശാഖ് തരുന്നതായിരിക്കും. സോ ഹാൻഡിങ് ഓവർ ടു വൈശാഖ് ടു ടേക്ക് ദ റിമൈനിങ് സെഷൻ. സോ വൈശാഖ്. Hi guys, audible അല്ലേ? I am Vaishak. ഓഡിബിൾ ആണ്. സ്റ്റാർട്ട് ചെയ്തോ? അപ്പം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ദിവ്യശ്രീ ഇപ്പോൾ ഓൾറെഡി ഫയർവാളിന്റെ ബേസിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ ഫയർവാൾ എന്താണെന്ന്? അതിന്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ML കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫയർവാൾ എന്ന് പറയുമ്പോൾ ലിനക്സിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് IP ടേബിൾസ് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ വിൻഡോസിൽ നമ്മളെ വിൻഡോസ് ഡിഫൻഡർ ഫയർവാൾ ഉണ്ട്. ഇത് നിങ്ങളൊരു സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ ഒരു ഫയലോ ഒരു ഡോക്യുമെന്റ് ആയിട്ടോ സിസ്റ്റത്തിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഡെസ്ക്ടോപ്പിലൊന്നും സ്റ്റോർ ചെയ്യില്ല ഒരിക്കലും. സിസ്റ്റം 32 പോലത്തെ ഏതെങ്കിലും ഇന്റേണൽ ഫയലിലായിരിക്കും, സിസ്റ്റം 32 അല്ല അതുപോലുള്ള ഒരു ഇന്റേണൽ ഫയലിലായിരിക്കും ഈ ഫയർവാൾ റൂൾസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഫയർവാൾ റൂൾസ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാണ് ഉണ്ടാവുക. ടേബിൾ ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിൽ എഴുതിയിട്ടുണ്ടാല് എന്ത് വെച്ചാല് ഒരു IP അഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ഡൊമൈനിന്റെ പേരോ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഗൂഗിൾ ഒരു വില്ലനാണെന്ന് വിചാരിക്കാം. അപ്പം ഗൂഗിള് നിങ്ങളെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സിസ്റ്റത്തിലെ ഡാറ്റ എല്ലാം അവർക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. ഭയങ്കര ഒരു തിയററ്റിക്കലായ ഐഡിയ ആണ്, അങ്ങനെ സംഭവിക്കില്ല. അപ്പം ആ ഗൂഗിൾ എന്ന് പറഞ്ഞ ഡൊമൈൻ നെയിമും ഇത് റിജക്ട് ചെയ്യണമെന്നും ഇല്ല റൂള് ഫയർവാൾ റൂൾസിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഡൊമൈൻ നെയിം ലെഫ്റ്റിലുണ്ടാവും, റിജക്ട് അല്ലെങ്കിൽ ബ്ലോക്ക് റൈറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ അലോ ചെയ്യാൻ പറ്റുന്നതിന് അലോ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് ഇങ്ങനെ ഡേഞ്ചറസ് ആയ IP അഡ്രസ് ഉണ്ടാവും. ആ IP അഡ്രസ്സിന്റെ നമ്പറും അത് അലോ ചെയ്യണോ ഡിനൈ ചെയ്യണോ എന്നുള്ള ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെയാണ് ഫയർവാൾ റൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റൂല, അഡ്മിനിസ്ട്രേറ്റർ പെർമിഷൻ കൊടുത്താൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. അതിന്റെ ഒരു ഡെമോയില് ഞാൻ കാണിച്ചു തരാം ആ റൂൾസ് എങ്ങനെ മോഡിഫൈ ചെയ്യുന്നതിന്. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ഇതിലുള്ളത് വെച്ചാല് ഫയർവാളിൽ എങ്ങനെ മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്യാന്നാണ്. മെഷീൻ ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മ നോർമലി എല്ലാം സ്റ്റാറ്റിക് ആയിട്ടാണ് ചെയ്യുക. ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടും, നമ്മൾ അത് അതേപോലെ ഫോളോ ചെയ്യും. പക്ഷെ മെഷീൻ ലേണിംഗ് എന്ന് വെച്ചാൽ മെഷീനെ നമ്മൾ ടീച്ച് ചെയ്യും. കുറച്ച് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡാറ്റ യൂസ് ചെയ്തിട്ട് മെഷീനെ പഠിപ്പിക്കും. അതായത് ഇങ്ങനെ ഡാറ്റ വന്നാൽ ഇങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കും. അത് വെച്ചിട്ട് ഫ്യൂച്ചറിൽ അതിന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ കൊടുത്താലും ആ നേരത്തെ ട്രെയിൻ ചെയ്ത ഒരു നോളജ് വെച്ചിട്ട് കറക്റ്റായ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നോർമൽ ഫയർവാൾ എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഡോക്യുമെന്റിൽ സ്റ്റാറ്റിക് റൂൾസ് കൊടുത്തിട്ടുണ്ടാവും.
ഈ ഒരു IP വന്നാൽ ബ്ലോക്ക് ചെയ്യുക, ഈ ഒരു IP വന്നാൽ അലോ ചെയ്യുക, ഇത്രേ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതല്ലാതെ പുറത്തുനിന്ന് ഒരു IP പുതിയ അറ്റാക്കർ വരുന്നുണ്ടെങ്കിൽ അത് ഈ ഫയർവാളിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂല, കാരണം അതിന്റെ റൂളിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഈ പുതിയ റൂൾസ് മാനുവലി ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷെ അതേസമയം മെഷീൻ ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പൈത്തൺ യൂസ് ചെയ്തിട്ടാണ് നോർമലി മെഷീൻ ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ പൈത്തൺ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഓൾറെഡി കുറെ അറ്റാക്സ് ഒക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ഡാറ്റ എല്ലാം ഓൾറെഡി ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇന്ന സോഴ്സിൽ നിന്ന് ഇന്ന അറ്റാക്ക് വരുന്നില്ല ഡാറ്റ. ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്കൊരു മെഷീൻ ലേണിംഗ് മോഡലിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ നോർമലി ഇന്റർനെറ്റിൽ ഏതൊരു ട്രാൻസ്ഫർ നടക്കുന്നത് പാക്കറ്റ്സ് ആയിട്ടാണ്. നിങ്ങളിപ്പോ ഗൂഗിൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഗൂഗിളിന്റെ സെർവറിലേക്ക് ഡയറക്റ്റ് അല്ല, ഇന്റർമീഡിയറ്റ് ആയി കുറെ റൗട്ടർ എല്ലാം വഴി പാക്കറ്റ്സ് സെൻഡ് ചെയ്യും. അപ്പൊ പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ എവിടുന്നാണ് പോകുന്നത്, എവിടത്തേക്കാണ് എത്തുന്നതെന്ന് കാണിക്കാൻ IP അഡ്രസ് ഉണ്ടാവും. അതേപോലെ പാക്കറ്റിന്റെ സൈസ്, പാക്കറ്റിന്റെ ഡാറ്റ, നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ, ആ ഡാറ്റ അതെല്ലാം അതിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഒരു പാക്കറ്റിനുണ്ട്. എല്ലാ ട്രാൻസ്ഫറും പാക്കറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഫീച്ചേഴ്സിന്റെ എക്സാമ്പിൾ IP അഡ്രസ് ആണ്, ആരയക്കുന്നതെന്നും ആർക്കയക്കുന്നതെന്നും മനസ്സിലാക്കാൻ. പോർട്സും സെയിം ഫംഗ്ഷൻ ആണ്. പിന്നെ സൈസ് എന്ന് വെച്ചാൽ സൈസ് ഓഫ് ദ പാക്കറ്റ്. വലിയ പാക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിനൊരു സിംഗിൾ പാക്കറ്റായി സെൻഡ് ചെയ്യാൻ പറ്റൂല, സ്പ്ലിറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യേണ്ടി വരും. അതേപോലെ പാക്കറ്റിന്റെ ഡ്യൂറേഷൻ, എത്ര ടൈം നിൽക്കും, കാരണം പഴയ ഡാറ്റേന്റെ ആവശ്യമില്ല, അതിനെ റിമൂവ് ചെയ്യാം. അപ്പൊ ഒരു പാക്കറ്റിന് എത്ര ഡ്യൂറേഷൻ ഉണ്ട്, ഇതുപോലത്തെ കുറെ ഫീച്ചേഴ്സ് ഒരു പാക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് വെച്ചാൽ സിസ്റ്റത്തിലേക്ക് ഒരു പാക്കറ്റ് വരുന്ന സമയത്ത് ഈ മോഡൽ ഈ പാക്കറ്റിന്റെ ഓരോ ഫീച്ചേഴ്സ് സെപ്പറേറ്റ്ലി എടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഫീച്ചേഴ്സ് വെച്ചിട്ട് മുമ്പ് ഓൾറെഡി ഇതിനെ ട്രെയിൻ ചെയ്ത് വെച്ച നോളജ് വെച്ചിട്ട് അത് സസ്പീഷ്യസ് ആണോ, ഡേഞ്ചറസ് ആണോ, അത് നോർമൽ ആണോ, അത് കാറ്റഗറൈസ് ചെയ്യും. അപ്പം ഈ ട്രെയിൻ ചെയ്യുന്ന ഡാറ്റ ഓൾറെഡി വേറെ ആൾക്കാർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് കുറെ നെറ്റ്വർക്ക് ട്രാഫിക് ഇങ്ങനെ അനലൈസ് ചെയ്ത് വെച്ചതിൽ ഉണ്ടാക്കിയതാണ്. കുറെ ഡേഞ്ചറസും കുറെ IP അഡ്രസ് ഡേഞ്ചറസ് ആണെന്നും ഇതിൽ നിന്ന് ഏതെല്ലാം ടൈപ്പ് അറ്റാക്ക് വരുന്നു, ടൈപ്സ് ഓഫ് അറ്റാക്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും ഈ മോഡലിനെ ട്രെയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ട് പുതിയൊരു പാക്കറ്റ് എടുത്ത സമയത്ത് ഫീച്ചേഴ്സ് വെച്ചിട്ട് നോർമൽ ആണെങ്കിൽ അതിനെ അലോ ചെയ്യും, അല്ലെങ്കിൽ അതിനെ അവിടെ നിന്ന് തന്നെ ഡ്രോപ്പ് ചെയ്യും, പാക്കറ്റിനെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ആ സൈറ്റ് നമുക്ക് പിന്നെ ആക്സസ് കിട്ടൂല. നോർമലി നമ്മുടെ സിസ്റ്റത്തിന്റെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ട്, ഹാർഡ്വെയർ, അതുവഴിയാണ് പാക്കറ്റ് റിസീവ് ചെയ്യുന്നത്. അതിനുശേഷം അത് ഫയർവാളിലേക്ക് പോകും. ഫയർവാൾ അതിനെ അലോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. അതിന് ശേഷമായിരിക്കും അലോ ചെയ്താൽ മാത്രം അത് ബ്രൗസറിലേക്ക് എത്തും. നിങ്ങൾ സെർച്ച് ചെയ്ത സാധനം നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണും. ഫയർവാൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കറ്റ്സ് ബ്രൗസറിൽ എത്താതെ ഫയർവാളിൽ തന്നെ സ്റ്റോപ്പ് ആവും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സെർച്ചിന്റെ റിസൾട്ട് കാണില്ല. അപ്പം അങ്ങനെയാണ് ഫയർവാൾ വർക്ക് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി പോലെയാണ്, ഡയറക്ട്ലി സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. പകരം നമ്മൾ പാരലൽ ടു ദ ഫയർവാൾ ആയിരിക്കും വെക്കുന്നത്. ഫയർവാളിന്റെ ഇടയിൽ വെക്കാൻ പറ്റൂല, ബട്ട് ടുഗെദർ വിത്ത് ദ ഫയർവാൾ. അപ്പം ഫയർവാളിന് ഒരു പാക്കറ്റ് കിട്ടുന്ന സമയത്ത് അത് നമ്മളെ മെഷീൻ ലേണിംഗ് മോഡലിനോട് ഷെയർ ചെയ്യും. ഷെയർ ചെയ്തിട്ട് അതും ഇത് അനലൈസ് ചെയ്യും. കാരണം ഫയർവാളിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനേ പറ്റൂ, ഇത് ഡേഞ്ചർ ആണോ അല്ലയോ. പക്ഷെ മെഷീൻ ലേണിംഗ് മോഡലിന് എൻറ്റയർ പാറ്റേൺ എല്ലാം അനലൈസ് ചെയ്തിട്ട് പുതിയ ഡേഞ്ചറിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ പാറ്റേൺ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ഫിഷിംഗ് വെബ്സൈറ്റിന്റെ URL എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ ടൈപ്പ് ഓഫ് അറ്റാക്സ് വരുന്നുണ്ട്, പക്ഷെ പഴയ URLs എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് ഫിഷിംഗ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒരു URLന്റെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും വിത്തൗട്ട് എനി മീനിങ്, കുറെ ക്യാരക്ടേഴ്സ്, കുറെ നമ്പേഴ്സ്, ലെറ്റേഴ്സ് എല്ലാം കൂടിയിട്ട് യൂണിറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതില് ചില അനോമലി ഉള്ള പാറ്റേൺസ് ഉണ്ടാവും ഫിഷിംഗ് വെബ്സൈറ്റിന്. അത് വെച്ചിട്ട് ഇത് ഫേക്ക് ആണോ റിയൽ ആണോ വെബ്സൈറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പാറ്റേൺസ് നമ്മളെ ഫയർവാള് ഈ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് പഠിച്ചു വെക്കും. കുറെ പ്രാവശ്യം ഈ അറ്റാക്ക് വരുന്ന സമയത്ത് ആദ്യമൊക്കെ അറ്റാക്കിന് അടിമയാവും, പക്ഷെ ആ ഓരോ അറ്റാക്ക് വരുന്ന സമയത്തും ഈ മോഡൽ പഠിക്കും. അതായത് ഈ ഒരു രീതിയിലുള്ള URL വന്നു കഴിഞ്ഞാൽ അത് ഫിഷിംഗ് വെബ്സൈറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. കൂടുതൽ നമ്പേഴ്സ് ദാൻ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊരു ഡേഞ്ചറസ് വെബ്സൈറ്റ് ആവും. ഒരു എക്സാമ്പിൾ പാറ്റേൺ ആണ്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കും മെഷീൻ ലേണിംഗ് മോഡൽ ബേസ്ഡ് ഓൺ പാറ്റേൺസ്. അപ്പൊ പുതിയ ഏതൊരു അറ്റാക്ക് വരുന്ന സമയത്ത് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ്ലി അത് ലേൺ ചെയ്തുകൊണ്ട് പോകും.
ഇതിന്റെ അപ്ലിക്കേഷൻസ് സെയിം തന്നെയാണ്, സീറോ ഡേ അറ്റാക്സ് പ്രിവെന്റ് ചെയ്യാൻ. കാരണം നോർമൽ ഒരു ഫയർവാളിന് ഒരിക്കലും സീറോ ഡേ അറ്റാക്സ് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. സീറോ ഡേ അറ്റാക്സ് എന്ന് വെച്ചാൽ ഇപ്പോ സിസ്റ്റത്തിൽ ആ സിസ്റ്റം ഉണ്ടാക്കിയ ആൾക്ക് പോലും അറിയാത്ത വൾണറബിലിറ്റീസ് ഉണ്ടാവും. ആ വൾണറബിലിറ്റീസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് സീറോ ഡേ അറ്റാക്സ്. അതായത് there are 0 days for preparation to prevent the attack. ക്രിയേറ്ററിനോ ഡെവലപ്പറിനോ പോലും അറിയില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുപോലത്തെ അറ്റാക്സ് നോർമൽ ഫയർവാളിന് എന്തായാലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ റൂൾസ് ഉണ്ടാവില്ല. അപ്പോ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടെങ്കിൽ അത് ലേൺ ചെയ്തിട്ട് അത് പ്രിവെന്റ് ചെയ്യും. അതേപോലെ DDoS വെച്ചാൽ സിസ്റ്റത്തിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പാക്കറ്റ്സ് അയച്ചാൽ സിസ്റ്റം ഓവർലോഡ് ആവും, വർക്ക് ചെയ്യില്ല പ്രോപ്പറായിട്ട്, ഓവർ ഹീറ്റ് ആവും, പ്രോസസ്സറിനൊന്നും താങ്ങാൻ പറ്റില്ല. അപ്പം ആ ടൈപ്പ് ഓഫ് അറ്റാക്സ് റെക്കഗ്നൈസ് ചെയ്യാൻ ജസ്റ്റ് പാക്കറ്റ് കൗണ്ട് എടുക്കുക. അപ്പൊ ഒരു ഫയർവാളിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ മെഷീൻ ലേണിംഗ് മോഡലിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പാക്കറ്റിന്റെ സൈസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ പാക്കറ്റ് കുറെ എണ്ണം വരുന്നുണ്ട്. 10 പാക്കറ്റ് വരേണ്ട ടൈം ഫ്രെയിമിൽ 100 പാക്കറ്റ് വന്നു. അപ്പൊ അതിനർത്ഥം അത് മോർ ദാൻ റിക്വയർഡ് പാക്കറ്റ്സ് ആണ്. അതിൽ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അവിടെ ഒരു അറ്റാക്ക് പാറ്റേൺ ഉണ്ട്. അത് ഈ മെഷീൻ ലേണിംഗ് മോഡൽ ഡിറ്റക്ട് ചെയ്യും. അപ്പൊ ഇതുപോലുള്ള അറ്റാക്ക് ഡിറ്റക്ട് ചെയ്യാനാണ് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ പുതിയ ത്രെഡ്സിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ കണ്ടിന്യൂസ്ലി എക്സിസ്റ്റിംഗ് ട്രാഫിക് ഡാറ്റയെന്ന് ലേൺ ചെയ്യാൻ പറ്റും. പിന്നെ ഏതൊരു ടൈപ്പ് ഡേഞ്ചർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമ്മളെ സിസ്റ്റത്തിൽ മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റൗട്ടറിൽ യൂസ് ചെയ്യാം, അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. ചാലഞ്ചസ് എന്ന് വെച്ചാൽ ഇതിനെ ട്രെയിൻ ചെയ്യാൻ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റ ആവശ്യമുണ്ട്. ഇപ്പം പുതിയത് ലേൺ ചെയ്യുമെങ്കിലും അതിന് കുറെ ടൈം എടുക്കും. അപ്പൊ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡാറ്റ ഉണ്ടെങ്കിൽ കുറച്ചെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് മോഡലിന്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഈ മോഡൽ വരുന്ന സമയത്ത് ഡിറ്റക്ഷനും ആനലൈസിങ്ങും ഉണ്ടായതുകൊണ്ട്, അതായത് ആ പാക്കറ്റിന്റെ ഓരോ സാധനം എടുത്തിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കണം, ഇത് മോശമാണോ നല്ലതാണോ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമും പ്രോസസ്സിംഗ് പവറും എടുക്കാൻ ചാൻസ് ഉണ്ട്. ലോ എൻഡ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ഭയങ്കര സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിന് യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ ഡാറ്റ സെറ്റ്. ഇപ്പം നമ്മളെ ടീം എന്ന് വെച്ചാൽ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് NSL-KDD ഉണ്ട്, UNSW, CIC-IDS. ഇതെല്ലാം യൂണിവേഴ്സിറ്റീസ്, അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റീസ് കുറെ നെറ്റ്വർക്ക് ട്രാഫിക് ഡാറ്റേനെ സമ്മപ്പ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ഡാറ്റ സെറ്റ് ആണ്. 9 ടൈപ്സ് ഓഫ് അറ്റാക്സ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് ML ബേസ്ഡ് ഫയർവാൾ ആണ്. ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഇതിലെന്ന് വെച്ചാല് ട്രഡീഷണൽ ഫയർവാളിൽ നേരത്തെ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് റൂൾസ് വെച്ച് മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. അതേപോലെ പുതിയ അറ്റാക്സ് ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്റ്റാറ്റിക് ആയിരിക്കും. പുതിയ ഡേഞ്ചർ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വിൻഡോസിലൊക്കെ വിൻഡോസ് അപ്ഡേറ്റ്സിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. പിന്നെ ML ബേസ്ഡ് ഫയർവാൾ ആകുമ്പോൾ ട്രാഫിക് പാറ്റേൺസ് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യും. നേരത്തെ ട്രെയിൻ ചെയ്തല്ലാതെ ഇപ്പോ അതേ ടൈമിൽ വരുന്ന ഓരോ ഡാറ്റ വെച്ചിട്ട് കണ്ടിന്യൂസ്ലി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വരും. അങ്ങനെ പോളിമോർഫിക് അറ്റാക്സ് പോലത്തെ അറ്റാക്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് പോളിമോർഫിക് അറ്റാക്സ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണ്. ഒരു ഫോമിൽ നിൽക്കാതെ അറ്റാക്കിന്റെ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേ വരും. അപ്പൊ അതൊന്നും നോർമലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, പകരം മെഷീൻ ലേണിംഗ് വേണം. അതായത് മെഷീനും ലേൺ ചെയ്യണം, കണ്ടിന്യൂസ്ലി അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വരണം ടു ദ അറ്റാക്സ്. കാരണം ഹാക്കർമാർ ഓരോരിക്കൽ പുതിയ മെത്തേഡ്സ് യൂസ് ചെയ്യും, സിസ്റ്റവും അതേപോലെ അത് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വരണം. പിന്നെ ഉള്ളത് വെച്ചാല് ML ഫയർവാൾസ് എന്ത് നോക്കിയിട്ടാണ് ഡേഞ്ചർ കണ്ടുപിടിക്കുന്നത്. അതിലുള്ള 3 ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ആണ് പാക്കറ്റ് ഫീച്ചേഴ്സ്. പാക്കറ്റ് ഫീച്ചേഴ്സ് സ്പെസിഫിക്കലി സോഴ്സും ഡെസ്റ്റിനേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. IP പോർട്ട് നമ്പർ വെച്ചിട്ട് സോഴ്സിനെയും ഡെസ്റ്റിനേഷനെയും യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതുവരെ കാണാത്തൊരു സോഴ്സ് എന്നാണ് നമ്മുടെ സിസ്റ്റത്തിൽ പാക്കറ്റ് വരുന്നതെങ്കിൽ ഹൈ ചാൻസ് ദാറ്റ് ഇറ്റ് ഈസ് മലീഷ്യസ്. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് സൈസ്. പാക്കറ്റിന്റെ സൈസ് വളരെ കൂടുതലാണെങ്കിൽ DDoS അറ്റാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നെക്സ്റ്റ് ഉള്ള ഒരു ഫീച്ചർ ആണ് ട്രാഫിക് സ്റ്റാറ്റ്സ്. ട്രാഫിക് സ്റ്റാറ്റ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോസ് ട്രാഫിക് സ്റ്റാറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കണക്ഷൻസ് അല്ലെങ്കിൽ സെഷൻസ് തമ്മിലുള്ള അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിൽ റേറ്റ് ഉണ്ട്, അതേപോലെ പാക്കറ്റ് ബൈറ്റ് കൗണ്ട് ഉണ്ട്. അത് നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ്.
ഇപ്പം ഒരു സോഴ്സിൽ നിന്ന് 10 പാക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളെങ്കിൽ 100 പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു DDoS പോലത്തെ അറ്റാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഉള്ളത് ബിഹേവിയർ ആണ്. ഫെയിൽഡ് കണക്ഷൻസ്, അൺയൂഷ്വൽ പേലോഡ് പാറ്റേൺസ്. അതായത് ഒരു IP നിന്ന് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് കുറെ പ്രാവശ്യം കണക്ഷൻ അറ്റംപ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഫെയിൽ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കുറെ പാസ്വേഡ് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, എല്ലാം ഫെയിലായി. അപ്പം ആ ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് നിങ്ങളിലേക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് മനസ്സിലാക്കാം. പിന്നെയുള്ള അറ്റാക്സ് ഐഡന്റിഫൈ ചെയ്യാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പാക്കറ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ DDoS ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ പോർട്ടിനെ റിപ്പീറ്റഡ്ലി ആക്സസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോർട്ട് സ്കാനിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഫെയിൽഡ് അറ്റംപ്റ്റ്സ് ആണെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. ഇനി ഇതിനിപ്പോ ഞാൻ പറഞ്ഞത് വെച്ച് റിലേറ്റ് ചെയ്യുന്ന ചില സിമ്പിൾ ഡെമോ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണോ ഡെമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് ഫയർവാൾ അപ്ലൈ ആയ ആ ഒരു കൺസെപ്റ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഡെമോയിലേക്ക് പോവാം. സ്ട്രെയിറ്റ് അപ്പ് നിങ്ങൾ ഇതുവരെ ഈ സെഷൻസിൽ അറ്റൻഡ് ചെയ്ത പോലെ ടൂൾസ് അല്ല, പകരം ജസ്റ്റ് വർക്കിംഗ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ഡെമോസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വർക്കിംഗ് കാണിച്ചു തരാം. അപ്പൊ ഗൂഗിൾ കൊളാബിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് പൈത്തൺ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള സൈക്കിറ്റ് ലേൺ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് മോഡലാണ്. ഇത് നമ്മ UNSW നേരത്തെ പറഞ്ഞ ഒരു ഡാറ്റ സെറ്റ് ഉണ്ട്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡാറ്റ സെറ്റ്. അത് യൂസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ്. ജസ്റ്റ് ഒരു നെറ്റ്വർക്ക് ട്രാഫിക് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രോട്ടോകോൾ നമ്പർ 6, സ്റ്റേറ്റ് 11, ഡ്യൂറേഷൻ 0.5 സെക്കൻഡ്സ്, സോഴ്സിൽ വരുന്ന ബൈറ്റ്സ് 450 ഉണ്ട്, ഡെസ്റ്റിനേഷൻ ബൈറ്റ്സ് 300 ഉണ്ട്. അതേപോലെ ടൈം ടു ലീവ്, ഇതുപോലെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് നെറ്റ്വർക്കിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കോളേജിൽ തന്നെ പഠിക്കും. അപ്പം ഈ ഓരോ ഫീച്ചേഴ്സിന്റെയും ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ ഞാൻ ഇൻപുട്ട് ആയിട്ട് കുറച്ച് ഡാറ്റ കൊടുത്തിട്ടുണ്ട്, നെറ്റ്വർക്ക് ട്രാഫിക്. അപ്പൊ ഇതിലൊരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഷീൻ ലേണിംഗ് മോഡൽ പ്രെഡിക്റ്റ് ചെയ്യും ഇത് ഡേഞ്ചറസ് ആണോ അല്ലയോ, നോർമൽ ആണോ മലീഷ്യസ് ആണോ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെഷീൻ ലേണിംഗ് മോഡലാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് റൺ ചെയ്യാം. ഫസ്റ്റ് സെല്ല് ഇത് യൂസ് ചെയ്യുന്നത് UNSW NB15 ഡാറ്റ സെറ്റ്. അതിൽ ഏകദേശം 2 മില്യൺ ഡാറ്റ ഉണ്ട്, റോസ് ഓഫ് ഡാറ്റ ഉണ്ട് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കുറിച്ചിട്ടുള്ളത്. 9 ടൈപ്പ് ഓഫ് അറ്റാക്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു സിമ്പിൾ മോഡലാണ് റാൻഡം ഫോറസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. മെഷീൻ ലേണിംഗ് കേട്ടിട്ടുള്ളവർക്ക് ഐഡിയ ഉണ്ടാവും. അപ്പം ഞാൻ ഒന്നും കൂടി റൺ ചെയ്തത് ഇതിന്റെ ട്രെയിനിങ് മെത്തേഡ് കാണിക്കാനാണ്. ഇതിപ്പോ ട്രെയിൻ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഡാറ്റ സെറ്റ് റിട്രീവ് ചെയ്തിട്ട് ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യും. അപ്പൊ മോഡൽ ട്രെയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇൻപുട്ട് കൊടുത്തിട്ട് അത് നോർമൽ ആണോ അല്ലയോ എന്ന് നോക്കാം. ആ ട്രാഫിക് ഡേഞ്ചറസ് ആണോ അല്ലയോ. അപ്പൊ ഞാൻ ഇപ്പൊ ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ട്രാഫിക് ആണ്. അപ്പം
മോഡലിന് കറക്റ്റായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ മെലീഷ്യസ് ആണോ നോർമൽ ആണോ എന്ന് പ്രിന്റ് ചെയ്യാനുള്ള കോഡ് ഉണ്ട്. പ്രഡിക്ഷന്റെ റിസൾട്ട് 1 ആണെങ്കിൽ മെലീഷ്യസ് ആണെന്നും അല്ലെങ്കിൽ നോർമൽ ആണെന്നും പ്രിന്റ് ചെയ്യും. അത് ചെക്ക് ചെയ്യുന്നുണ്ട്, പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടൈം കൊണ്ട് നെക്സ്റ്റ് ഒരു ഇൻപുട്ട് നമുക്ക് ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻപുട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വെച്ചാല് വേറെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻപുട്ട് ആസ് പെർ ദ ഡാറ്റ ദാറ്റ് ഐ യൂസ് ടു ട്രെയിൻ ദിസ് മോഡൽ മെലീഷ്യസ് ആണ്. മെലീഷ്യസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രാഫിക്കിന്റെ ഡാറ്റയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഡാറ്റ ഈ മോഡലിന് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡല് ഔട്ട്പുട്ട് ആയിട്ട് തന്നിട്ടുള്ളത് ഇവിടെ ഉണ്ട്. മലീഷ്യസ് എന്നാണ് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ഇത് മലീഷ്യസ് തന്നെയാണ്. അപ്പൊ മോഡൽ കറക്റ്റായി പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ പ്രൊഡിക്ഷൻസ് ട്രഡീഷണൽ ഫയർവാളിൽ ഇല്ല. ഈ ഡേഞ്ചറസ് ആണോ അല്ലോ എന്നൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആ IP അഡ്രസ്സോ ആ ഡൊമൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടോ ഓൾറെഡി റൂൾസിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഈ ഒരു മോഡലില് ഓട്ടോമാറ്റിക്കലി പ്രീവിയസ് പഠിച്ചത് യൂസ് ചെയ്തിട്ട് മലീഷ്യസ് ആണോ അല്ലോ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇത് സിമ്പിൾ മോഡൽ ആയതുകൊണ്ട് ഇതിന് 99% ആക്യുറസി ഉണ്ട്. ഇതില് ഇൻപുട്ട് നോർമൽ എന്ന് കാണിക്കുന്നുണ്ട്. ആക്ച്വൽ ഇൻപുട്ട് നോർമൽ ആയിരുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ സിമ്പിൾ മോഡലിന്റെ വർക്കിംഗ് എന്ന് വെച്ചാല്. നെക്സ്റ്റ് ഉള്ളത് നെറ്റ്വർക്കിങ്ങിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് കാണിച്ചു തരാം. അതായത് നിങ്ങൾ വൈഫൈക്ക് കണക്ട് ചെയ്യുന്നവരെ നിങ്ങളെ സിസ്റ്റത്തിൽ പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നവരെ നിങ്ങളെ സിസ്റ്റം ഒരു നെറ്റ്വർക്കിന് കണക്ട് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പാക്കറ്റ് സെൻഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഈവൺ ഇഫ് യു ഡോണ്ട് വിസിറ്റ് എനി സൈറ്റ്. അല്ലെങ്കിലും കുറെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതേസമയം നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാക്കറ്റ്സിന്റെ എണ്ണം കൂടിക്കൊണ്ട് വരും. ആ റിക്വസ്റ്റ് പ്രോസസ് ചെയ്യാനുള്ള പാക്കറ്റ്സ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ കമ്മ്യൂണിക്കേഷൻസും പാക്കറ്റ്സ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈവൺ നിങ്ങൾ ഒരാളെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരു ജസ്റ്റ് ഡാറ്റ മാത്രമല്ല കണക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ വരെ പാക്കറ്റ് അയക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നെക്സ്റ്റ് അതിന്റെ ഒരു പാക്കറ്റ് ക്യാപ്ചറിങ്ങിന്റെ ഡെമോ കാണിക്കുക. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് പാക്കറ്റ്സ് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ആവും, ആ പാക്കറ്റ്സിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് അപ്പൊ ഇത് പാക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ടൂളാണ്. വയർ ഷാർക്ക് എന്ന് പറയും. വയർ ഷാർക്ക് ഇതിൽ ഞാനിപ്പോ സ്റ്റാർട്ട് ക്യാപ്ചറിങ് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ സ്റ്റാർട്ട് ക്യാപ്ചറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നെറ്റ്വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന എല്ലാ പാക്കറ്റ്സും ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഏത് സോഴ്സ് നിന്നാണ് വരുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഴ്സ് IP അഡ്രസ്സുകൾ, അതേപോലെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സുകൾ, പ്രോട്ടോകോൾസ്, ഇതുപോലുള്ള കുറെ ഡാറ്റ കൊടുത്തിട്ടുണ്ട്.
ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാൻ വൈഫൈ കണക്റ്റഡ് ആണ്, അതേപോലെ ഗൂഗിൾ മീറ്റ് റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നെറ്റ്വർക്ക് യൂസേജ് ഉണ്ടായതുകൊണ്ട് കണ്ടിന്യൂസ്ലി സെൻഡ് ചെയ്യും. അതേസമയം ഇപ്പൊ നെറ്റ്വർക്കിന് കണക്ട് അല്ലെങ്കിൽ ഇത് എം ടി ആയിരിക്കും, ഇതിൽ ഒരു ഡാറ്റയും സെൻഡ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോ പുതിയൊരു സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഡാറ്റ സെൻഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇത് വയർ ഷാർക്കിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് പാക്കറ്റ് ക്യാപ്ചറിങ്. ഈ ക്യാപ്ചർ ചെയ്ത സാധനം എനിക്ക് ഇനി വേണമെങ്കിൽ എന്റെ മെഷീൻ ലേണിംഗ് മോഡലിനെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാം. ഇതേ ഡാറ്റകൾ, ഈ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഡാറ്റയും ഉണ്ട്, അപ്പൊ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് വെച്ചാല് ഇതിപ്പോ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടൂൾ വെച്ചിട്ടാണ് കാണിച്ചു തന്നത്. നെക്സ്റ്റ് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള പൈത്തൺ കോഡ് ഉണ്ട്, ആ പൈത്തൺ കോഡ് യൂസ് ചെയ്തിട്ട് പാക്കറ്റ് ക്യാപ്ചർ ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ലൈബ്രറി എന്ന് വെച്ചാല് സ്കേപ്പി ലൈബ്രറിയാണ് പൈത്തണിന്റെ, SCAPY. അത് യൂസ് ചെയ്താല് വിത്തൗട്ട് യൂസിങ് വയർ ഷാർക്ക് പാക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം അത് നെക്സ്റ്റ് കാണാം. ഇതിൽ യൂസ് ചെയ്യുന്നത് സ്കേപ്പി ലൈബ്രറിയാണ്. അത് യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി ഇപ്പൊ വരുന്ന ഡാറ്റേനെ ക്യാപ്ചർ ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ വയർ ഷാർക്കിൽ കണ്ട പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് പാക്കറ്റ് ക്യാപ്ചറിങ് ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ കണ്ടിന്യൂസ്ലി പാക്കറ്റ്സ് ക്യാപ്ചർ ചെയ്തുകൊണ്ടുണ്ട്. ഇപ്പൊ നെറ്റ്വർക്ക് ഡിസ്കണക്ട് ചെയ്ത് കാണിക്കാൻ പറ്റൂല, അപ്പൊ ഗൂഗിൾ മീറ്റ് ഡിസ്കണക്ട് ആവും. അങ്ങനെയാണെങ്കിൽ ഇതിലൊന്നും ഉണ്ടാവില്ല, എം ടി ആയിരിക്കും. കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് വരും, സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ്, നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ഇത് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. പാക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ആവുന്നുണ്ട് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇതിൽ ഇതുവരെ ക്യാപ്ചർ ചെയ്ത പാക്കറ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ പൈത്തൺ കോഡ് വെച്ചിട്ട് തന്നെ ജനറേറ്റ് ചെയ്തതാണ്. ഇതുവരെ ക്യാപ്ചർ ചെയ്ത പാക്കറ്റ് എല്ലാം ഇതിൽ സമ്മറൈസ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിലും IP അഡ്രസ്, സോഴ്സ്, ഡെസ്റ്റിനേഷൻ അതുപോലുള്ള ഡാറ്റ ഇതിൽ അവൈലബിൾ ആണ്. ഇത് ക്യാപ്ചർ ചെയ്ത എല്ലാ പാക്കറ്റ്സും ഇതിലുണ്ട്. ഇതാണ് പാക്കറ്റ് ക്യാപ്ചറിങ്. നെക്സ്റ്റ് ഉള്ളത് വെച്ചാല് ഒരു സിമ്പിൾ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ഫയർവാളിന്റെ ഒരു കൺസെപ്റ്റ് സിമുലേറ്റ് ചെയ്യാം. അപ്പം ഇതുവരെ ഓക്കെ ആണോ? നെക്സ്റ്റ് ഡെമോ കാണിക്കട്ടെ. എല്ലാരും ഉറങ്ങിപ്പോയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഞാനൊരു സിമ്പിൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലോക്കൽ ഹോസ്റ്റിൽ. അപ്പൊ അത് വെച്ചിട്ട് ഫയർവാളിന്റെ ഒരു സിമ്പിൾ സിമുലേഷൻ കാണിച്ചു തരാം. റിയൽ ഫയർവാൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഒരു സിമുലേഷൻ പോലെയാണ്. അപ്പൊ അതില്
ഓക്കെ, അപ്പം ഒരു സിമ്പിൾ ആയിട്ടുള്ള വെബ് പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേക്ക് ഫയർവാൾ ഡെമോ ആണ്. അപ്പൊ കറന്റ് സ്റ്റാറ്റസ് നോർമൽ ആണ്, അതായത് ആരും അറ്റാക്ക് ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്. ലാസ്റ്റ് വന്ന റിക്വസ്റ്റ് നോർമൽ എന്നാണ്. അപ്പൊ ഇതില് ലെഫ്റ്റ് സൈഡിൽ ഈ സൈറ്റിനെ റൺ ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തിട്ടുണ്ട്. റൺ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഇത് കറന്റ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് കണ്ടിന്യൂസ്ലി റിക്വസ്റ്റ് വരുന്നുണ്ട്. വരുന്നതെല്ലാം 127.0.0.1 എന്ന് പറഞ്ഞ IP എന്നാണ്, അതായത് ലോക്കൽ ഹോസ്റ്റ്. എന്റെ സിസ്റ്റത്തിൽ തന്നെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്നു. ലോക്കൽ ഹോസ്റ്റിന്റെ IP അഡ്രസ് ആണ്, അതായത് എവിടെയും വേറെ ആർക്കും ആക്സസ് കിട്ടൂല, ലോക്കലായിട്ട് മാത്രമേ ആക്സസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ റൺ ചെയ്തുകൊണ്ടുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതിന് ഞാൻ ഈ സൈറ്റിലേക്ക് ഇപ്പൊ നിങ്ങൾ ഒരു സൈറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ യൂട്യൂബിൽ സെർച്ച് ബാറിൽ പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് റിക്വസ്റ്റ് സെൻഡ് ആവും. സിമിലർലി ഈ സൈറ്റിലേക്ക് ഞാൻ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പൊ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ സൈറ്റിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കമാൻഡ്സ് ആണ് സിമുലേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ സെൻഡ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഗുഡ് റിക്വസ്റ്റ് ആണ്, അറ്റാക്ക് അല്ല, ജസ്റ്റ് നോർമൽ റിക്വസ്റ്റ്. അപ്പൊ അങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, നോർമൽ റിക്വസ്റ്റ് പ്രോസസ്ഡ്. സൈറ്റിന്റെ സ്റ്റാറ്റസ് ഇപ്പോഴും നോർമൽ ആണ്, അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല. ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം സ്റ്റാറ്റസ് ഡിസ്ക്രിപ്ഷൻ ഓക്കെ ആണ്, അതേപോലെ റിസൾട്ട് ഗുഡ് ആണ്, അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് എന്ന് വെച്ചാല് ഞാൻ ഈ ഒരു ബാഡ് റിക്വസ്റ്റ്, അതായത് ഒരു അറ്റാക്കർ സെൻഡ് ചെയ്യുന്ന ടൈപ്പുള്ള റിക്വസ്റ്റ് സൈറ്റിന് സെൻഡ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു അറ്റാക്കറിന്റെ വിൻഡോ ആണ്, റൈറ്റ് സൈഡിലുള്ളത് എന്റെ സൈറ്റ് ആണ്. അപ്പൊ ഞാൻ കാണുന്നില്ല അറ്റാക്കർ ചെയ്യുന്ന സംഭവം. ഡയറക്ട്ലി സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരും. സൈറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം അറ്റാക്കർ അറ്റാക്ക് ചെയ്ത് സക്സസ് ആയി, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും ആയിട്ടാണ് അർത്ഥം. അപ്പം ലെഫ്റ്റ് സൈഡില് അറ്റാക്കർ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്, ബാഡ് റിക്വസ്റ്റ് ആണ് സെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ എൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പിലുള്ള റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സൈറ്റിൽ കാണാൻ പറ്റും സൈറ്റിന്റെ സ്റ്റാറ്റസ് ഡാമേജ്ഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം സൈറ്റ് അറ്റാക്കർ ഒരു റിക്വസ്റ്റ് അയച്ചിട്ട് ഡാമേജ് ചെയ്തു. അപ്പൊ ഇവിടെയാണ് ഫയർവാളിന്റെ യൂസ് വരുന്നത്. ഫയർവാളിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു ബാഡ് റിക്വസ്റ്റ് അയച്ചു, ഫയർവാൾ വിചാരിച്ചു പ്രശ്നമില്ല, ഫോർവേഡ് ചെയ്തു. പക്ഷെ അത് ഡേഞ്ചറസ് ആയ റിക്വസ്റ്റ് ആയിരുന്നു, എന്റെ സൈറ്റ് ഡാമേജ് ആയി. ഫസ്റ്റ് ബാഡ് റിക്വസ്റ്റ് സൈറ്റ് ഡാമേജ്ഡ് എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഫയർവാളിന് ഒരിക്കൽ ഡാമേജ് പറ്റിയാൽ ഫയർവാളിന് പഠിക്കും ആ IP. അതാണല്ലോ ML ബേസ്ഡിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ IP ബ്ലോക്ക്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് ഇപ്രാവശ്യം അറ്റാക്ക് ചെയ്യപ്പെട്ടു, പക്ഷെ അടുത്ത പ്രാവശ്യം വന്നാൽ വിടൂല എന്നാണ് ഫയർവാൾ ഉദ്ദേശിച്ചത്. അപ്പം നോർമൽ ഫയർവാളിന് പറ്റില്ല, ML ഫയർവാളിന് ഇത് പറ്റും. നോർമൽ ആണെങ്കിൽ മാനുവലി ഈ IP-നെ നമ്മൾ ഫയർവാളിന്റെ റൂൾസിൽ ആഡ് ചെയ്യണം. അപ്പൊ ഇതിൽ IP ബ്ലോക്ക്ഡ് എന്നുണ്ട്. ഇപ്രാവശ്യം അറ്റാക്ക് ചെയ്തു, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ IP-നെ നോക്കി വെച്ചിട്ടുണ്ട്, നെക്സ്റ്റ് ടൈം ഈ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ബാഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉണ്ട്. ആ ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്ത IP, കറന്റ് ലോക്കൽ ഹോസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു IP മാത്രമേ ഉള്ളൂ. അപ്പം ബ്ലോക്ക് ചെയ്ത IP-ന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിൽ ആ IP ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഇപ്പൊ ഈ ഹാക്കർ യൂസ് ചെയ്ത IP. അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും റിക്വസ്റ്റ് വന്നാൽ അത് ഡേഞ്ചറസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ IP സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്ലോക്ക്ഡ് ലിസ്റ്റിൽ. അപ്പം നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ സൈറ്റ് നമുക്ക് റിപ്പയർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കമാൻഡ് യൂസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് സിമുലേഷൻ കമാൻഡ്സ് ആണ്, ആക്ച്വലി യൂസ് ചെയ്യുന്ന കമാൻഡ്സ് അല്ല. ഇത് ഈ സൈറ്റിൽ മാത്രം വർക്ക് ചെയ്യുന്ന ചില കമാൻഡ്സ് ആണ്, ഇതിലെല്ലാം അല്ല, ചിലതെല്ലാം. അപ്പോ സൈറ്റ് നമുക്ക് റീസെറ്റ് ചെയ്യാം. സൈറ്റ് ഇപ്പൊ ബാക്ക് ടു നോർമൽ എന്ന് വന്നിട്ടുണ്ട്. സൈറ്റിന്റെ സ്റ്റാറ്റസ് റീസ്റ്റോർ ചെയ്തു, സൈറ്റ് റീസെറ്റ് ടു നോർമൽ. പക്ഷെ ബ്ലോക്ക്ഡ് IPs റിമെയിൻ, അതായത് ഓൾറെഡി നമ്മൾ നേരത്തെ അറ്റാക്ക് എന്ന് പഠിച്ചു ഈവൻ ഡേഞ്ചറസ് ആണെന്ന്, ആ ഡാറ്റ ഇതിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അത് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ നമുക്ക് പിന്നെയും ഒരു ബാഡ് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം, സൈറ്റ് പിന്നെ ഹാക്ക് ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടി. അപ്പൊ ബാഡ് റിക്വസ്റ്റ് ആദ്യം സെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം സൈറ്റ് ഡാമേജ്ഡ് ആയില്ല, നോർമൽ തന്നെ ഉണ്ട്. കാരണം നേരത്തെ അറ്റാക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ
IP ഡേഞ്ചറസ് ആണ്. അപ്പൊ ബാഡ് റിക്വസ്റ്റ് ബ്ലോക്ക്ഡ് ബൈ ദ ഫേക്ക് ഫയർവാൾ. ഫേക്ക് ഫയർവാൾ നമ്മളെ ഫയർവാളിനിട്ട പേരാണ് സിമുലേഷനിൽ. അപ്പൊ ഫയർവാള് IP ഡേഞ്ചറസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് സൈറ്റിന്റെ സ്റ്റാറ്റസ് നോർമൽ ആണ്. നെക്സ്റ്റ് ഒരു കമാൻഡ് ഉണ്ട്, ആ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള IP-നെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആ IP-നെ റിമൂവ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ആ ജാവാസ്ക്രിപ്റ്റ് ഫയല് നോക്കിക്കഴിഞ്ഞാല് ആ ബ്ലോക്ക്ഡ് IP ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ആ ലിസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്തു, വീണ്ടും റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെയും പോയിട്ട് അറ്റാക്ക് കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റ് പിന്നെ ഡാമേജ്ഡ് ആവുന്നുണ്ട്. കാരണം നമ്മൾ ആ ഡേഞ്ചറിനില്ല ആ ഡാറ്റ റിമൂവ് ചെയ്തു. അപ്പൊ ഇതേപോലെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ചാല്. അപ്പൊ ഇത് ജസ്റ്റ് ഈ സിമുലേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫയർവാളിന്റെ ഒരു സിമുലേഷൻ പോലത്തെ ഒരു സംഭവമാണ് ഇപ്പൊ കാണിച്ചു തന്നത്. ഇതില് അറ്റാക്ക് ഒരു സൈറ്റ് ഉണ്ട്, അതിലേക്ക് നമ്മൾ റിക്വസ്റ്റും ഈ പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് നല്ല റിക്വസ്റ്റ് അയച്ചു, സൈറ്റിനൊന്നും പറ്റിയില്ല. ഒരു ഡേഞ്ചറസ് റിക്വസ്റ്റ് അയച്ചു, സൈറ്റ് ഡാമേജ് ആയി. പക്ഷെ നെക്സ്റ്റ് ടൈം ആ റിക്വസ്റ്റ് ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറിച്ചുള്ള ഡാറ്റ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് സൈറ്റ് റീസെറ്റ് ചെയ്തു. നെക്സ്റ്റ് ടൈം അറ്റാക്ക് വരുമ്പോൾ ഫയർവാളിന് മനസ്സിലായി, അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ ആ ഒരു സിമുലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഒരു സംഭവം കൂടി കാണിക്കാനുണ്ട്. വിൻഡോസിന്റെ ഫയർവാളിൽ ഒരു പുതിയ റൂള് ഞാൻ ആഡ് ചെയ്തിട്ട് അതെങ്ങനെ നെറ്റ്വർക്കിനെ അഫക്ട് ചെയ്യുന്ന കാണിക്കാം. ഇത് നിങ്ങൾ വെറുതെ ട്രൈ ചെയ്യേണ്ട, ചിലപ്പം മാറിപ്പോയ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇത് റൺ ചെയ്യണമെങ്കിൽ നമ്മളെ ടെർമിനൽ അല്ലെങ്കിൽ വിൻഡോസ് പവർ ഷെല്ല് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് തന്നെ റൺ ചെയ്യണം. അപ്പൊ വിൻഡോസിന്റെ ഫയർവാൾ എന്ന് വെച്ചാൽ വിൻഡോസ് ഡിഫൻഡർ ഫയർവാൾ ആണ്. അപ്പൊ അത് നമ്മൾ ആക്സസ് ചെയ്യുന്ന കമാൻഡ് നെറ്റ് SH എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് അതിന്റെ റൂൾസിനെ ആക്സസ് ചെയ്യുക. അതായത് ഫയർവാളിന്റെ റൂൾസിൽ അതൊരു ഡോക്യുമെന്റിൽ റൂൾസ് ആയി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും എവിടെയെങ്കിലും. ആ റൂൾസിലേക്ക് നമുക്ക് പുതിയ റൂൾസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെർമിനലിൽ കമാൻഡ് വഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ പെർമിഷൻ കൊടുത്തിട്ടായിരിക്കണം ഓപ്പൺ ആയിട്ടുണ്ടാവുന്നത്, എന്നാൽ മാത്രമേ വർക്ക് ചെയ്യൂ. പക്ഷെ റൂൾസ് ഡേഞ്ചറസ്ലി മോഡിഫൈ ചെയ്യാൻ പാടില്ല. അതായത് വേണമെങ്കിൽ എനിക്ക് google.com-നെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ള റൂള് ഫയർവാളിൽ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ സിസ്റ്റത്തിൽ മാത്രം ആ ഒരു റൂൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പൊ ഗൂഗിൾ ആക്സസ് ചെയ്യാൻ നോക്കിയാലും അത് ആക്സസ് ചെയ്യാൻ പറ്റൂല, ആ സംഭവം ലോഡ് ചെയ്ത് വരില്ല. പിന്നെ ആ റൂള് എനിക്ക് ആഡ് ചെയ്ത റൂള് ഫയർവാൾ റൂൾസിന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗൂഗിൾ പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ കറന്റ് എനിക്ക് ഗൂഗിൾ ബ്ലോക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഗൂഗിൾ മീറ്റ് ടെർമിനേറ്റ് ആവും. അതുകൊണ്ട് ഫേസ്ബുക്ക് നമുക്ക് ബ്ലോക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് കുറച്ച് കമാൻഡ്സ് ഉണ്ട്. കറന്റ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിനൊരു തടസ്സമൊന്നുമില്ല വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് വെച്ചാല് ഒരു റൂൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന IP അല്ലെങ്കിൽ ഇന്ന ഡൊമൈൻ ബ്ലോക്ക് ചെയ്യണം എന്നാണ് നമ്മൾ ഫയർവാളിനോട് പറയുന്നത്. അപ്പോ facebook.com എന്ന് വെച്ച ഒരു ഡൊമൈൻ ആണ്. ഫേസ്ബുക്ക് യൂണിക്ലി ഐഡന്റിഫൈ യൂസ് ചെയ്യുന്ന ഒരു പേര്. അപ്പോ അത് ഐഡന്റിഫൈ യൂസ് ചെയ്യുന്ന നമ്പർ എന്ന് വെച്ചാൽ അതാണ് IP അഡ്രസ്. ജനറലി ഇന്റർനെറ്റിലെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നത് IP അഡ്രസ് യൂസ് ചെയ്തിട്ടാണ്. യൂണിക്ലി നമ്മൾക്ക് ഓരോരാൾക്ക് പേരുള്ള പോലെ IP അഡ്രസ് യൂസ് ചെയ്യും. പക്ഷെ ആ നമ്പേഴ്സ് ഓർത്ത് വെക്കാൻ ഡിഫിക്കൽട്ട് ആണ്. ഓരോ IP അഡ്രസ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ അതിനൊരു പേര് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, അതാണ് ഡൊമൈൻ. അപ്പൊ ഫേസ്ബുക്ക് ഡയറക്റ്റ്ലി ബ്ലോക്ക് ചെയ്യണമെന്ന് ഫയർവാളിനോട് പറഞ്ഞ ഫയർവാളിന് ഫേസ്ബുക്ക് എന്താണെന്ന് അറിയില്ല. പകരം ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന IP അഡ്രസ്സുകളെ ബ്ലോക്ക് ചെയ്യാൻ ഫയർവാളിനോട് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കമാൻഡ്സ് ഉണ്ട്, അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന വെച്ചാല് NS ലുക്കപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്.
നെയിം സെർവർ ലുക്കപ്പ്. ഇത് യൂസ് ചെയ്താൽ facebook.com www.facebook.com യൂസ് ചെയ്യുന്ന IP അഡ്രസ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് facebook.com എന്ന് പറഞ്ഞ ഡൊമൈൻ നെയിം മാത്രമേ അറിയൂ. പക്ഷെ അവര് ആക്ച്വലി ഇന്റേണലി വർക്ക് ചെയ്യുന്നത് IP അഡ്രസ് വെച്ചിട്ടാണ്. ആ IP അഡ്രസ് കിട്ടാൻ ഈ കമാൻഡ് യൂസ് ചെയ്യുക. രണ്ടെണ്ണം ഉണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു റൂള് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് ടു അവർ ഫയർവാൾ. എൻ്റെ ഈ സിസ്റ്റത്തെ വിൻഡോസ് ഫയർവാളിന്റെ റൂൾ ബുക്കിലേക്ക് പുതിയൊരു റൂൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെറ്റ് SH കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. റൂളിന് ഒരു പേര് കൊടുക്കുന്നു, ബ്ലോക്ക് ഫേസ്ബുക്ക്. അതേപോലെ DIR ഔട്ട് എന്ന് വെച്ചാൽ ഔട്ട് ഗോയിങ് പാക്കറ്റ്സ്. എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് പോകുന്ന പാക്കറ്റ്സ് ആണ് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. ആക്ഷൻ ബ്ലോക്ക് ചെയ്യണം. IP അഡ്രസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത ഫേസ്ബുക്കിന്റെ 2 IP അഡ്രസ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് എൻ്റർ ചെയ്തു. അപ്പൊ ഓക്കെ എന്ന് വന്നിട്ടുണ്ട്. അതേപോലെ ഇൻകമിങ് പാക്കറ്റ്സും ബ്ലോക്ക് ചെയ്യണം. അതിനൊരു കമാൻഡും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ 2 ഫയർവാൾ റൂൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കറന്റ്ലി ഇത് ബ്ലോക്ക് ആയിട്ടില്ല. കാരണം ഈ 2 IP അല്ലാതെ ഫേസ്ബുക്ക് വേറെ IP യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്ലോക്ക് ആവാത്തത്. നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ ബ്ലോക്ക് ആയിരുന്നു. അപ്പം ഗൂഗിളൊക്കെ മോർ ദാൻ 12 IP എല്ലാം ഒരേ ടൈമിൽ യൂസ് ചെയ്യും. 12 അല്ല, അതിൽ കൂടുതൽ. അപ്പോ എല്ലാ IP ബ്ലോക്ക് ചെയ്താൽ മാത്രമേ ആ സർവീസ് ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ കറന്റ്ലി ഫേസ്ബുക്ക് ബ്ലോക്ക് ആവാത്തതിന് കാരണം അതാണ്. നോർമലി റൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിലുള്ള ഫേസ്ബുക്ക് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അതായത് മറ്റേ ഡൈനോസർ ഗെയിം വരാറുണ്ടല്ലോ നെറ്റ്വർക്ക് ഇല്ലാത്തപ്പോ, അതുപോലെ വരൂല എന്ന് കാണിക്കും. എന്നിട്ട് അതിന് ശേഷം ഡിലീറ്റ് കമാൻഡ് ഉണ്ട്. ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ ആഡ് ചെയ്ത റൂൾസിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ റൂള് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബ്ലോക്ക് റിമൂവ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. മാലിഷ്യസ് ആയിട്ടുള്ള ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന അറ്റാക്കേഴ്സിനെ നിങ്ങൾക്ക് റൂൾസ് ആയിട്ട് ആഡ് ചെയ്യാം. അതല്ലാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഗൂഗിൾ പോലെയുള്ള സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആയിരിക്കും. സർവീസസ് ഒന്നും കിട്ടൂല. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ വരാത്തായിരിക്കൂല, പക്ഷെ സർവീസ് തന്നെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫയർവാൾ മോഡിഫിക്കേഷൻ അധികം നോളജ് ഇല്ലാതെ ചെയ്യുന്നത് സേഫ് ആയിരിക്കില്ല. അപ്പൊ അതാണ് ആ ബേസിക്സ് ഓഫ് ഫയർവാൾ ആൻഡ് മെഷീൻ ലേണിംഗ് ഇൻ ഫയർവാൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ?
ഓക്കെ, അപ്പം ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അബിൻ വേറെ പറയാൻ. താങ്ക് യു ഗൈസ് ഫോർ അറ്റൻഡിങ് ദി സെഷൻ. ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് സെഷനാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയെന്ന് നമുക്ക് തോന്നുന്നില്ല. ബട്ട് അതുകൊണ്ട് തന്നെ ഇതിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഇതിൽ ഓരോ ടോപ്പിക് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം സൈബർ സെക്യൂരിറ്റിയെ പറ്റി ഐഡിയ കിട്ടുണ്ടാവില്ല. ഇപ്പോൾ നെറ്റ്വർക്കിംഗ് എന്താ, പിന്നെ ഫയർവാൾ എന്താ, പിന്നെ വെബ് സെക്യൂരിറ്റി എന്താ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് ഓരോ സെഷനായിട്ട്. നമ്മളതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഓരോ സെഷൻ്റെയും ക്ലാസ്സിൻ്റെ ലിങ്ക് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ വാച്ച് ചെയ്യാം. പിന്നെ പറയാനുള്ള വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓരോ ടോപ്പിക്കിലെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസ് നമ്മൾ പിന്നീട് എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഓരോ ടോപ്പിക്കിലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി എല്ലാവരും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.